ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വർഷം 1804 ഡിസംബർ മാസം 2-ാം തീയതിയിലെ ഒരു തണുത്ത പ്രഭാതം. പാരീസിലെ വിശ്വപ്രസിദ്ധമായ നോത്രദാം കത്തീഡ്രലിൽ നെപ്പോളിയൻ ചക്രവർത്തി തന്റെ കിരീടധാരണത്തിന് ഒരുങ്ങുകയാണ്. പരിശുദ്ധമായ പ്രാർത്ഥനകൾക്ക് മധ്യേ നെപ്പോളിയൻ ചക്രവർത്തി എഴുന്നേറ്റ് തന്നെ കിരീടം ധരിപ്പിക്കാനായി എത്തിയിരിക്കുന്ന പിയൂസ് 7-ാമൻ മാർപ്പാപ്പയുടെ അടുത്തെത്തി. മാർപ്പാപ്പയുടെ കൈകളിൽ നിന്ന് കിരീടം ഏറ്റെടുത്ത് അത് സ്വന്തം ശിരസിൽ അണിഞ്ഞു. മാർപ്പാപ്പയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി മാർപ്പാപ്പ തന്റെ ശിരസിൽ കിരീടം ധരിപ്പിച്ചാൽ തന്റെ അധികാരം മാർപ്പാപ്പയ്ക്ക് മുമ്പിൽ കീഴ്പ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഇപ്രകാരം ചെയ്യാൻ നെപ്പോളിയനെ പ്രേരിപ്പിച്ചത്. അധികാരം ദുഷിപ്പിക്കുമെന്നും പരമാധികാരം പരമമായി ദുഷിപ്പിക്കുമെന്നും പറഞ്ഞത് ബ്രിട്ടീഷ് ചരിത്രകാരനായ ജോൺ ആറ്റൻ പ്രഭുവാണ്. പ്രിയമുള്ളവരെ, അധികാരത്തിന് ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. അത് എന്തിനേയും വിഴുങ്ങും, ഒടുവിൽ തന്നെ. എന്തിനേയും വിഴുങ്ങുന്ന, എല്ലാ അധികാരങ്ങളെയും തന്നിലേക്ക് മാത്രം ആവാഹിക്കുന്ന ഒരു തമോഗർത്തമായിട്ടാണ് ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ രൂപാന്തരപ്പെടുന്നതെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു അധികാരത്തെക്കുറിച്ച്, ഒരു രാജാവിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. സങ്കീർത്തനം 72 മറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഒരാശംസയാണ്. അതിപ്രകാരമാണ്: അവൻ വെട്ടിനിർത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും വരണ്ട നിലത്തിന്മേൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെയുമായിരിക്കട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അവൻ ഭരണം നടത്തട്ടെ. ഈ പ്രവചന സ്വഭാവമുള്ള സങ്കീർത്തനം നിറവേറിയതിന്റെ ഓർമ്മയാണ് ഓശാന ഞായർ. ഏവർക്കും ഓശാന ഞായറിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. യെരുസലേമിലേക്ക് രാജകീയമായി കടന്നു വന്ന മിശിഹ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന്, അവിടെ വാസമുറപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പെസഹ തിരുനാൾ ആഘോഷിക്കാനായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യഹൂദർ ജെറുസലേമിലെത്തുക പതിവാണ്. ഇപ്രകാരം ജെറുസലേം ദേവാലയത്തിന്റെ പരിസരങ്ങളിൽ എത്തുന്നവർ ജെറുസലേം നഗരത്തിലേക്ക് രാജകീയമായിട്ടാണ് പ്രവേശിക്കാറ്. കാരണം തങ്ങളുടെ പ്രൗഢിയും സമ്പത്തും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി കുഴലൂത്തുകാരെയും പ്രശംസക്കാരെയും ഒക്കെ അവർ കണ്ടുപിടിക്കുമായിരുന്നു, ക്രമീകരിക്കുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജെറുസലേം നഗരത്തിലേക്ക്, ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് ഈശോ കടന്നു വരുന്നത്. നൂറ്റാണ്ടുകളായി രക്ഷകനെ കാത്തിരുന്നവരാണ് ഇസ്രായേൽ ജനം. വാഗ്ദാന ദേശത്ത് വാസമുറപ്പിച്ചതിന് ശേഷം നിരവധി പടയോട്ടങ്ങൾക്കും പലായനങ്ങൾക്കും വൈദേശിക ആധിപത്യത്തിനും കീഴിൽ ജീവിക്കേണ്ടി വന്നവരാണ് യഹൂദർ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകളിൽ ഒരു രക്ഷകനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ എപ്പോഴും ഉണ്ടായിരുന്നു. ജെറുസലേം നഗരം സ്ഥാപിച്ച ദാവീദിനെ പോലെ, ബൃഹത്തായ ദേവാലയം പണിത സോളമനെ പോലെ, ദുരാചാരങ്ങളിൽ നിന്നും മലിനതകളിൽ നിന്നും അവരെ വിശുദ്ധീകരിച്ച മക്കബിയൂസ് യൂദാസിനെ പോലെ ഒരു രക്ഷകൻ കടന്നു വരുമെന്നും ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന റോമൻ ആധിപത്യത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുമെന്നും ജനം പ്രതീക്ഷിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജെറുസലേമിലേക്ക് ഈശോ കടന്നു വരുന്നത്. ജനം പ്രതീക്ഷിച്ച രൂപത്തിലും ഭാവത്തിലുമായിരുന്നില്ല ഈശോ ജെറുസലേമിലേക്ക് വന്നത്. റോമൻ ഭരണത്തെ അട്ടിമറിക്കുന്ന ശക്തനായ ഒരു ഭരണാധികാരിയെയാണ് ജനം കാത്തിരുന്നതെങ്കിൽ ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്താണ്. അത് തന്നെക്കുറിച്ചുള്ള സഖറിയായുടെ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം: ജെറുസലേം പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തു കയറി നിന്റെ സമീപത്തേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ വാഹനം കുതിരയാണ്. അതാണ് ആധിപത്യങ്ങളുടെയും അടിച്ചമർത്തലിന്റെയും കരുത്തിന്റെയും പ്രതീകം. കഴുത സമാധാനത്തിന്റെ, ശാന്തിയുടെ, അധ്വാനത്തിന്റെ, സൗമ്യതയുടെ പ്രതീകമാണ്. മാത്രവുമല്ല, ഇതര മൃഗങ്ങളിൽ വെച്ച് ദൈവത്തെ തിരിച്ചറിയാനുള്ള കഴിവ് കഴുതയ്ക്ക് സവിശേഷമായിട്ടുണ്ട്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ പ്രവാചകനായ ബാലാമിന്റെ കഴുത ദൈവത്തെ തിരിച്ചറിയുന്നതും പ്രവാചകൻ ദൈവത്തെ കാണാതെ പോകുന്നതും നാം വായിക്കുന്നുണ്ടല്ലോ. ജെറുസലേമിലേക്കുള്ള തന്റെ യാത്രയെ ഈശോ ക്രമീകരിക്കുമ്പോൾ, കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുമ്പോൾ ആരെങ്കിലും തടസ്സം പറഞ്ഞാൽ അവരോട് പറയാനായി ഈശോ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിന് അവയെ ആവശ്യമുണ്ട് എന്നവരെ അറിയിക്കാനാണ്. ദൈവത്തിന് ഇന്നും കഴുതകളെ ആവശ്യമുണ്ട്. ഏത് ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ ദൈവത്തെ കാണാൻ കഴിയുന്ന, ദർശനശേഷിയുള്ള, ദൈവത്തെ ഏതിടത്തേക്കും സംവഹിക്കാൻ ധൈര്യമുള്ള, തയ്യാറുള്ള കഴുതകളെ. ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് എളിയവരെയാണെന്ന്, ദുർബലരെയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം എത്രയോ ഇടങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അതേക്കുറിച്ച് കോറിന്തോസിലെ ജനതയെ തന്റെ 1-ാമത്തെ ലേഖനത്തിലൂടെ പൗരസപ്പസ്തോലനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവദൃഷ്ടിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ദുർബലരെയും ബലഹീനരെയും തിരഞ്ഞെടുത്തത്. ആരും അഹങ്കരിക്കാതിരിക്കാനാണ്. ഇന്നും ദൈവം എളിയവരെ തേടുന്നുണ്ട്, തന്നെ സംവഹിക്കുന്നതിനായി, രക്ഷയെ കൊണ്ടുവരുന്നതിനായി. പ്രിയമുള്ളവരെ, ഈശോ ജെറുസലേമിലേക്കുള്ള തന്റെ യാത്ര ആരംഭിക്കുന്നത്
ഒലിവുമലയ്ക്കടുത്തുള്ള ബത്ഫാഗയിൽ നിന്നാണെന്ന് സുവിശേഷം പറഞ്ഞു തരുന്നുണ്ട്. അതിനു പുറകിൽ ഒരു കാരണമുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 10ഉം 11ഉം അധ്യായങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. തന്റെ ജനത്തോട് പിണങ്ങിപ്പോകുന്ന ദൈവം. ദേവാലയം മുഴുവൻ അശുദ്ധിയുടെ കേന്ദ്രമായി കൂത്തരങ്ങായിട്ട് മാറുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ദേവാലയം വിട്ട് ഒലിവുമലയിലേക്ക്, ദേവാലയത്തിന്റെ കിഴക്കുഭാഗത്തേക്ക് നീങ്ങുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതും എസെക്കിയേൽ പ്രവാചകൻ കാണുന്നുണ്ട്. ദൈവം ഇറങ്ങിപ്പോയ അതേ ഇടത്തു നിന്ന് ഈശോ തന്റെ യാത്ര ജെറുസലേമിലേക്ക് ആരംഭിക്കുകയാണ്. താൻ ഇറങ്ങിപ്പോന്നിടം തിരിച്ചു പിടിക്കാനുള്ള ഒരു മടക്കയാത്രയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാസ് റീ എൻട്രിയാണ് ഈശോ നടത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഇറങ്ങിപ്പോയയിടത്തേക്ക് തിരികെ വരുന്ന ദൈവം, അതാണ് ഈ ഓശാനയിൽ നാം കണ്ടുമുട്ടുന്നത്. ഈ ദൈവം തന്റെ യാത്രയിൽ തന്റെ സകല കാണികളെയും വിസ്മയിപ്പിക്കുന്നതായി ഈ ഓശാനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു അട്ടിമറിക്കാരനെ, ശക്തനായ ഒരു രാജാവിനെ, ഉത്തമനായ പുരുഷനെ കാത്തിരുന്ന ജനത്തിന് മുൻപിൽ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തു വരുന്ന ഒരു രാജാവ്, സമാധാനത്തിന്റെ രാജാവ്, വാളുകളെ ഉറയിലിടാൻ പറയുന്ന രാജാവ്. അവൻ തന്റെ ജനനം മുതൽ ആളുകളെ വിസ്മയിപ്പിച്ചു തുടങ്ങിയതാണ്. രക്ഷകനായി അവതരിച്ചവൻ ഒരു കുഞ്ഞാണ്. അവൻ പിറന്നു വീണത് കാലിത്തൊഴുത്തിലാണ്. അവനെ പൊതിയാൻ സംരക്ഷിക്കാനുള്ള കവചങ്ങൾ വെള്ളക്കച്ചകളാണ്. അവന് വേണ്ടി സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നത് മാലാഖമാരാണ്. പിന്നീട് പരസ്യജീവിതത്തിൽ പാവങ്ങളോട് പക്ഷം ചേർന്നും സ്ത്രീകളെ കൂടെ കൂട്ടിയും ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യകളുടെയും സ്നേഹിതനായും ഒന്നുമില്ലാത്തവനായി അലഞ്ഞു നടന്നും കണ്ടുമുട്ടിയവർക്കൊക്കെ സ്വർഗരാജ്യത്തെക്കുറിച്ച് ലളിതമായ ഭാഷയിൽ കഥകളിലൂടെ പറഞ്ഞു കൊടുത്തുമൊക്കെ അവൻ എല്ലാവരെയും വിസ്മയിപ്പിച്ചു. കേട്ടവരൊക്കെ അതിശയിച്ചു, ഇവൻ അധികാരമുള്ളവനെ പോലെ സംസാരിക്കുന്നു. പക്ഷേ എല്ലാവർക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അവന്റെ വിചാരണയും വിധിയും മരണവും ഉയിർപ്പും വിസ്മയത്തിന്റെ പറുദീസകളായിരുന്നു. തന്റെ ജീവിതത്തിലുടനീളം ഈ വിസ്മയങ്ങളെ സൂക്ഷിക്കുന്ന ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിനെ നാം ഇന്ന് അനുസ്മരിക്കുമ്പോൾ അത് ഈശോ ജെറുസലേമിലേക്ക് വന്നത് രാജാവാകാനായിരുന്നില്ല. 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അവന് ദൈവാലയം ശുദ്ധീകരിക്കണം. കാരണം അത് താൻ ഇറങ്ങിപ്പോകുന്ന ഇടമാണ്. നഷ്ടപ്പെട്ടുപോയ അതിന്റെ വിശുദ്ധിയെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് വന്നത്. 2, കുരിശിൽ അവൻ അർപ്പിക്കാനുള്ള ബലി പൂർത്തിയാക്കണം. കുരിശിലേക്കുള്ള തന്റെ യാത്ര ഈശോ ആരംഭിക്കുന്നത് ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്കും, അവിടെ നിന്ന് ഗത്സമനിയിലേക്കും, അവിടെ നിന്ന് പീലാത്തോസിന്റെ ഭവനത്തിലേക്കും, പിന്നീട് ഗാഗുൽത്തായിലേക്കുമാണ്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഈശോ ഈ ഓശാന ഞായറാഴ്ച ജെറുസലേമിലേക്ക് കടന്നു വന്നതിനെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുമ്പോൾ ഈശോയെ എതിരേൽക്കുന്ന ജനത്തിന്റെ നിലവിളിയെ നാം കേൾക്കുന്നുണ്ട് ഓശാന എന്ന രൂപത്തിൽ. അതിന്റെ അർത്ഥം നമുക്കറിയാം. കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ എന്നൊരു പരിഭാഷ കൂടി ഉണ്ടെന്ന് കേൾക്കുന്നു. കർത്താവെ രക്ഷിക്കണമേ, അത് ജനത്തിന്റെ നിലവിളിയാണ്. വൈദേശികമായ ആധിപത്യത്തിന്റെ അടിയിലമർന്ന് നട്ടെല്ല് തകർന്ന ഒരു ജനതയുടെ നിലവിളിയാണ്. പ്രതീക്ഷയറ്റുപോയ ഒരു സമൂഹം വിലപിക്കുന്നതാണ് ഓശാന, കർത്താവെ ഞങ്ങളെ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ. ജെറുസലേമിലേക്ക് അവൻ രാജകീയമായി ശാന്തമായി പ്രവേശിക്കുമ്പോൾ അവനെ എതിരേറ്റ ജനം ഓശാന ഗീതികൾ ആലപിച്ചു. തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. ഒലിവിന്റെ ചില്ലകൾ കരങ്ങളിൽ ഏന്തി അത് വീശിക്കൊണ്ടാണ് ഓശാന പാടുന്നത്. ദൈവം എന്നും നിസ്സാരതകളെ, എളിമകളെ തേടുന്നവനാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം ഈശോ എടുത്തു പറയുന്നുണ്ട്. മുല കുടിക്കുന്നവരുടെയും ശിശുക്കളുടെയും അധരങ്ങളിൽ ഞാൻ എനിക്കായി സ്തുതികൾ ഒരുക്കി. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. അവരുടെ പ്രശംസകളിൽ സത്യസന്ധത നിറഞ്ഞു നിൽക്കും. കാപട്യത്തിന്റെ ഭാഷ അവർക്ക് വശമില്ല. ആത്മാർത്ഥത നിറഞ്ഞ സ്തുതിഗീതങ്ങൾ മതി തനിക്ക് എന്ന് ഇവിടെ ഈശോ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കപടമായ സ്തുതിവചനങ്ങളെ, പാണൻ പാട്ടുകളെ ഉപേക്ഷിക്കാനും ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായിട്ട് ആർജവത്തോടെ പ്രാർത്ഥിക്കാനും അവനെ സ്തുതിക്കാനുമുള്ള ഒരു ക്ഷണം കൂടി ഈ ഓശാന ഞായർ നമുക്ക് തരുന്നുണ്ട്. ഈ ഓശാന ഞായറാഴ്ച നാം ധ്യാനത്തിന് വിധേയമാക്കേണ്ട മറ്റൊരു പ്രതീകം നാം ഒക്കെ ഇപ്പോൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുരുത്തോലകളാണ്. നമുക്കറിയാം, മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വസ്തുവാണ് തെങ്ങോല. അത് അത്ര ഉപകാരപ്രദമായ ഒരു വസ്തുവൊന്നുമല്ല. ഉണങ്ങി ചൂട്ടാവുക എന്നൊരു പ്രയോഗം പോലും നമ്മുടെ ഭാഷയിലുണ്ടെന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ അത്രയ്ക്ക് വെറുതെയായി പോവുക, പ്രയോജനമില്ലാത്തതായി തീരുക എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഈ ഓശാന ഞായറാഴ്ച നാം ഈ കുരുത്തോലകളെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അതിനെ പ്രതിഷ്ഠിക്കും. ഏറ്റവും ബഹുമാനത്തോടെ, ആദരത്തോടെ അതിനെ കാണും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ കുരുത്തോലകൾ സാക്ഷികളായി നിൽക്കും. നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഈ വസ്തുക്കൾ വിശുദ്ധമായ ഒരു ഉറപ്പ് നമുക്ക് നൽകും. എളിയവ ദൈവത്തിന്റെ കരങ്ങളിൽ എത്തുമ്പോൾ അവ ദൈവത്തിന്റെ തിരുശേഷിപ്പുകളായി, സാന്നിധ്യങ്ങളായിട്ട് മാറും എന്നതിന്റെ ഒരു വലിയ തെളിവാണ് ഈ കുരുത്തോലകൾ. പ്രിയമുള്ളവരെ, ഈ ഓശാന ഞായറാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ, ക്രിസ്തുവിന് രാജകീയമായിട്ട് കടന്നു വരാനുള്ള വീഥികളാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ
നമുക്ക് പരിശ്രമിക്കാം. കുരിശിലേറാൻ, തന്റെ ജീവിത ബലി ഗാഗുൽത്തായിൽ അർപ്പിക്കാൻ നെഞ്ചും പിരിച്ച് നടന്നു പോകുന്ന ഈശോയെ അനുകരിക്കാൻ ക്രിസ്ത്യാനികളായ നമുക്കും കടമയുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ അധികാരം കൊതിക്കുന്ന, സിംഹാസനങ്ങൾക്ക് വേണ്ടി ചുരമാന്തുന്ന ഒരു രാജാവുണ്ട്. എന്തിനേയും വെട്ടിപ്പിടിക്കാൻ, അധികാരത്തിന് വേണ്ടി ഏത് ചെകുത്താന് മുൻപിലും മുട്ടുകുത്താൻ, ആരാധിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം നമുക്കുണ്ട്. വ്യാജമായ സ്തുതികളിലും പുകഴ്ത്തലുകളിലും മനം മയങ്ങുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ചെറുതാക്കി എൻ്റെ അധികാരവും സമ്പത്തും വർദ്ധിപ്പിക്കാനുള്ള വലിയ പ്രവണതകൾ നമ്മുടെ ഉള്ളിൽ പേറുന്നുണ്ട്. ഇതിനെയൊക്കെയാണ് ഇന്ന് ഈ ഓശാന ഞായർ വെല്ലുവിളിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ എളിമയുടെ പാഠങ്ങളെ തേടാൻ, മറ്റുള്ളവരുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ സമർപ്പിക്കാൻ, അതിനായി എളിമയുടെ, വിട്ടുകൊടുക്കലിൻ്റെ, കുരിശേറലിൻ്റെ പാതകളെ സ്വീകരിക്കാൻ ഈ ഓശാന ഞായർ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.